സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഒരു കോഫി ഷോപ്പാണ്. ഈ കോഫി ഷോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ തന്നെ 100 ബെസ്റ്റ് കോഫി ഷോപ്പുകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ന്യൂസിലാൻഡിലെ ഒരേ ഒരു കോഫി ഷോപ്പ്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. ഈ ഒരു കോഫി ഷോപ്പിൻ്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ്. റോക്കറ്റ് കോഫി റോസ്റ്റേഴ്സ് എന്നാണ് ഈ ഒരു കോഫി ഷോപ്പിൻ്റെ പേര്. ഹാമിൽട്ടണിലാണ് ഈ ഒരു കോഫി ഷോപ്പ് ഉള്ളത്. ഇതെല്ലാം വിൽക്കാൻ വെച്ചേക്കുന്ന കോഫീസാണ്. അതിൻ്റെ പ്രൈസും മറ്റ് ഡീറ്റെയിൽസുമാണ് എഴുതി വെച്ചേക്കുന്നത്. 10 മേലെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ കോഫീസ് ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ആ നമ്പേഴ്സിനും ചില വേരിയേഷൻസ് സംഭവിക്കാം. ഇവിടെയും കുറച്ച് കോഫീസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ പ്രോസസ്സിംഗ് റൂമിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ആ ഇരിക്കുന്ന ഒരു വ്യക്തിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അദ്ദേഹവും ഒരു ഫ്രണ്ടും കൂടിയാണ് ഈ ഒരു കോഫി ഷോപ്പ് തുടങ്ങിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ ആ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിലാണ്. ഇതെല്ലാം ഒരു സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ് ഇതെല്ലാം ഇവർ റൺ ചെയ്യുന്നത്. 2 മെഷീൻസാണ് പ്രധാനപ്പെട്ടതായി ഈ ഒരു പ്ലാന്റിലുള്ളത്. കൂളിംഗ് പ്രോസസ്സാണ്, കോഫി ബീനിൻ്റെ കൂളിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ കണ്ടതിൽ വെച്ച് ചെറിയൊരു മെഷീൻ, ചെറിയൊരു എമൗണ്ട് ആണ് നമുക്ക് റോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അവർ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു വലിയ റോസ്റ്റിംഗ് മെഷീൻ ഏകദേശം ഒരു 11 മിനിറ്റ്സ് ഒക്കെ എടുക്കും. ആ ചെറുതാണെങ്കിൽ ഒരു 9 മിനിറ്റ്സ് കൊണ്ട് ഫിനിഷാവും. ഇദ്ദേഹമാണ് വേറൊരു ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. ഇദ്ദേഹവും ആ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് അവരുടെ സ്റ്റോർ റൂം ഒന്ന് കണ്ടുവെച്ചും വരാം. നിങ്ങൾക്കറിയായിരിക്കും കോഫി ബീൻസ് വളരെ സ്മോളാണ്. റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് ഡബിൾ സൈസിലേക്ക് വരുന്നത്. ഞാനതൊന്ന് കാണിച്ചു തരാം. ഒരു എണ്ണം ഇവിടെ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും അൺറോസ്റ്റഡ് ആയിട്ടുള്ള കോഫി ബീനാണ് ഈ ഇരിക്കുന്നത്. ഗ്രീൻ കളറാണ് ഈ അൺറോസ്റ്റഡ് കോഫി ബീൻസിന് വരുന്നത്. ഒരു കൃത്യമായ എമൗണ്ട് അളന്നെടുത്തിട്ടാണ് അവർ ആ ഒരു മെഷീനിലേക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ചെറിയൊരു റോസ്റ്റിംഗ് മെഷീനിലേക്ക് അവർ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ബീൻസ് ഇടുന്ന ഒരു രീതിയാണ് കാണുന്നത്. 9 മിനിറ്റ്സോളം എടുക്കും ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് വരാനായിട്ട്. പിന്നെ കൂളിംഗ് പ്രോസസ്സുണ്ട്. ആ കൂളിംഗ് പ്രോസസ്സും കൂടെ കഴിഞ്ഞിട്ടാണ് ഇവർ കളക്ട് ചെയ്ത് ഈ ഒരു റോസ്റ്റഡ് ആയിട്ടുള്ള ബീൻസ് എടുക്കുന്നത്. റോസ്റ്റ് ചെയ്ത ബീൻസിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൗൺ തൊട്ട് ഡാർക്ക് ബ്രൗൺ വരെ ആകാം. ആ വലിയ മെഷീനിൽ നിന്ന് ആ ഒരു റോസ്റ്റ് ആയിട്ടുള്ള ബീൻസ് എടുക്കുന്ന രീതിയാണ് കാണുന്നത്. ചെറിയ മെഷീൻ്റെ പ്രോസസ്സിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി കൂളിംഗ് പ്രോസസ്സാണ് നടക്കാൻ പോകുന്നത്. ആ ഒരു അവനിൽ ഏകദേശം 300 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും അതൊന്ന് കൂൾ ചെയ്ത് വരാനുണ്ട്. ഈ ഒരു മോണിറ്ററിലാണ് അവർ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് നോക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണാൻ പറ്റും. ആ ഒരു താഴത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു റോസ്റ്റഡ് ബീൻസിൻ്റെ ടെമ്പറേച്ചറാണ്. മുകളിലത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു അവൻ്റെ ടെമ്പറേച്ചർ. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.